നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഹിന്ദി പഠിക്കുന്നുണ്ട് ഇല്ലേ? അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയതല്ലേ? 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, ഇപ്പോൾ 8-ലും 9-ലും 10-ലും ഒക്കെ ആയി. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇല്ലേ? നിങ്ങളെ പാഠങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? കഥയുണ്ട്, കവിതയുണ്ട്, ആത്മകഥയുണ്ട്, ജീവചരിത്രമുണ്ട്, ഇങ്ങനെയുള്ള ലേഖനങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ചില്ലേ നമ്മൾ? അല്ലേ? आपने कविता पढ़ी है, कहानी पढ़ी है, जीवनी पढ़ी है, आत्मकथा, फिर लेख आदि आपने पढ़े हैं, है ना? तो इस बार भी ऐसे बहुत कुछ आपको पढ़ने के लिए है. ഇതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഇതൊന്നല്ല പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങൾ കഥയും കവിതയും ഒക്കെ പഠിച്ചിട്ട് നമ്മൾ എന്താ ചെയ്തത്? അതിൻ്റെ അകത്തുനിന്ന് ഡയറി ഉണ്ടാക്കി, കത്തെഴുതി, പിന്നെയോ പോസ്റ്റർ ഉണ്ടാക്കി, റിപ്പോർട്ട്, പത്രവാർത്ത ഉണ്ടാക്കി, റിപ്പോർട്ട് ഉണ്ടാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? വാർത്താലാബ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. ഇതിനൊക്കെ പറയുന്ന പേരാണ്. ഇനിയും നമുക്ക്, അതായത് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഇവ തന്നെയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇവ എഴുതാൻ പഠിച്ചാൽ, ഇവ നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചാൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനും എളുപ്പമാവില്ലേ ഇത്? അപ്പോൾ ഇതെങ്ങനെ എഴുതണം? അപ്പോൾ പാഠം പഠിക്കുന്നതിന് മുന്നേ, പാഠഭാഗത്ത് നമ്മൾ കയറുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് എഴുതാൻ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ പാഠം എടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാവും. അതിൻ്റെ അകത്ത് തരുന്ന ഓരോ വർക്കും നിങ്ങൾക്ക് വേഗം ചെയ്യാനും കഴിയും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഡിസ്കോഴ്സുകളിലേക്ക് പോകാം, അല്ലേ? डायरी, पत्र, रपट, पोस्टर, वार्तालाप आदि बहुत कुछ है, लेकिन आज मैं यहाँ आपको डायरी, पत्र, पोस्टर आदि के बारे में बताएंगे. ठीक है ना? तो पहले हम डायरी चलेंगे. तो देखिए बच्चों, डायरी ये एक नमूना है ना? നിങ്ങളൊക്കെ ഡയറി എഴുതുന്നവരാണ്. നമൂന എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോഡൽ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറേ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഈ ഡോട്ട് ഇട്ടാൻ കാരണം? പരീക്ഷയ്ക്ക് എന്ത് വിഷയത്തിനെ അടിസ്ഥാനമാക്കി ആരുടെ ഡയറിയാണ് ചോദിക്കുക എന്ന് അറിയില്ലല്ലോ. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ആ ആശയം, അതായത് പരീക്ഷയ്ക്ക് വരുന്ന ആ ഒരു പ്രത്യേക, എന്താ പറയുക, ചോദ്യത്തിൻ്റെ ഉത്തരം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ആ ഡോട്ട് ഇട്ട് വെച്ചത്. ബാക്കിയുള്ളത് മുഴുവനും ഏത് ഡയറിക്കും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം സ്ഥാൻ, സമയം, വലതുഭാഗത്ത് ദിൻ, താരിഖ്. അത് എവിടെയാകാം. അതെന്തുകൊണ്ടാ? നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഡയറി ഉണ്ടാവും. ഡയറി എടുത്ത് മറിച്ച് നോക്കിയാൽ അതിൻ്റെ പേജ് ഒരുപോലെയാണോ? അല്ല. ഡയറിയിൽ ഇങ്ങനെയുള്ള, ചിലപ്പോൾ ഈ 4 വേണമെന്നില്ല, 2 മാത്രം മതി. ദിൻ, താരിഖ് അത് കൃത്യമായിട്ട് വേണം. അത് പല സ്ഥലങ്ങളിലായിട്ട് വരാം. ചിലപ്പോൾ 4 ഉണ്ടാവും, 4 മൂലമൊക്കെ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അത്. പക്ഷെ ഡയറീൻ്റെ മോഡൽ ഇങ്ങനെയാണ്. അതിൻ്റെ എഴുതിയത് എന്താ? ആജ് ക്യാ കഹൂം, बिल्कुल अजीब सा लग रहा था. आज जो कुछ भी हुआ सब भगवान जाने. जो भी हो अच्छा ही हुआ. जिंदगी भर याद रहेंगे, कभी भूल नहीं सकता. പിന്നീട് അവസാനിപ്പിക്കുമ്പോൾ, ഡയറി അവസാനിപ്പിക്കുമ്പോൾ എന്താ എഴുതിയത്? ज़्यादा लिखने को मन नहीं करता, एक गहरी नींद की ज़रूरत है, बिस्तर मेरे इंतज़ार में है, शुभ रात्रि. ठीक है? ഇനി നമുക്ക് പത്രം എന്ന് പറഞ്ഞാൽ എന്താ? പത്രം എന്ന് പറഞ്ഞാൽ പത്രമാണോ? അല്ല. എന്താ പത്രം എന്ന് പറഞ്ഞാൽ? ലെറ്റർ, കത്ത്, അല്ലേ? കത്തെഴുതാൻ ഇന്ന് പലർക്കും അറിയില്ല. കാരണം ഇന്ന് ആരും കത്തെഴുതുന്നില്ലല്ലോ, എല്ലാവരും ഫോൺ വിളിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കത്ത് നമുക്ക് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഡിസ്കോഴ്സാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് 4 മാർക്ക് കിട്ടും. വളരെ എളുപ്പമുള്ള ഡിസ്കോഴ്സാണ്. അപ്പോൾ കത്ത് എങ്ങനെയാണ് എഴുതുക നോക്കാം നമുക്ക്. കണ്ടോ കത്തെഴുതുന്നത്? കത്തിന് ഏറ്റവും മേലെ വലതുഭാഗത്ത് സ്ഥാൻ, താരിഖ്, പ്ലേസ്, ഡേറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ഥാൻ, താരിഖ് എന്നിടക്ക് ആ സ്ഥലവും ഡേറ്റും ഒക്കെ എഴുതണമെന്ന്. കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. എഴുതിയില്ലെങ്കിൽ സ്ഥാൻ, താരിഖ് എന്ന് മാത്രം എഴുതിയാൽ മതി. എഴുതണ്ട, ഇങ്ങനെ മാത്രമേ എഴുതണ്ടൂ. പിന്നെയോ മേരെ പ്യാരെ, അത് അഭിസംബോധനയാണ്. ഈ അഭിസംബോധന ഇതിപ്പോൾ പറയാ പുല്ലിംഗത്തിലാണ്. ഇനി സ്ത്രീലിംഗത്തിലാണെങ്കിലോ പ്യാരി എന്നാകും. മേരെ പ്യാരെ എന്നുള്ളത് പ്യാരി, प्यारी अम्मा, प्यारी माँ, प्यारे पिताजी, प्यारे दोस्त.
പ്യാരി സഹേലി എന്നൊക്കെ ആയിട്ട് മാറും. മനസ്സിലായല്ലോ? പിന്നെ അതും കണ്ടില്ലേ ഇടക്ക് ഡോട്ട് ഇട്ട് വെച്ചത്? എന്തിനാ ഇവിടെ ഡോട്ട് ഇട്ട് വെച്ചത് നടുക്ക്? അവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള ഉത്തരം എഴുതാൻ, ആശയം എഴുതാനാണ് ആ ഭാഗം അവിടെ ഡോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഞാനൊന്നാ കത്ത് വായിക്കാം. മേരെ പ്യാരെ, ക്യാ ഹാൽ ഹേ വഹാം, സബ് കുശൽ തോ ഹേ, सबको मेरा प्रणाम, मेरा हाल भी बुरा तो नहीं है, फिर भी एक खास बात के लिए अब याद किया है. പിന്നെ അവസാനിപ്പിക്കുന്നതോ ठीक है, अगले महीने मिलने की संभावना है, इसलिए ज़्यादा लिखना नहीं चाहता, बस केवल इतना ही. सप्रेम आपका അവിടെ വേണമെങ്കിൽ പ്യാര എന്ന് ചേർക്കാം. എന്തായാലും സപ്രേം ആപ്ക പ്യാര. ഇനി മറ്റേ എന്താ പറയുക, ഭായി ആണെങ്കിൽ ആപ്ക ഭായി, ആപ്കി പത്നി. അത് ആരാണോ എഴുതുന്നത് അതുപോലെ. ഹസ്താക്ഷർ നാം. ഇനി സപ്രേം ആപ്ക പ്യാര എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇടത് ഭാഗത്ത് താഴെ എന്ത് വേണം? അഡ്രസ്സ് വേണം അല്ലേ? ആ അഡ്രസ്സാണ് സേവാമേം നാം പൂര പത്ത. പത്ത എന്ന് പറഞ്ഞ അഡ്രസ്സാണ്. ഇപ്പോൾ കത്തിൽ നിർബന്ധമായിട്ടും വേണ്ടുന്ന സാധനമാണ് ഈ അഡ്രസ്സ്. പിന്നെ ആർക്ക് എഴുതുന്നു എന്നുള്ളത് വ്യക്തമാവുകയും വേണം. അപ്പോൾ ഈ അഡ്രസ്സ് ഇല്ലാണ്ട് നമ്മൾ എഴുതി വെച്ച ഈ സേവാമേം എന്നുള്ളത് വിട്ടുപോയാൽ കത്തിന് പകുതി മാർക്ക് തന്നെ കിട്ടില്ല. കാരണം ആ കത്തിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ഒരു കത്ത് എഴുതിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ കത്ത് കിട്ടേണ്ട ആൾക്ക് അറിയണമല്ലോ. അപ്പോൾ അഡ്രസ്സ് എഴുതാണ്ട് അയാൾ കത്ത് കിട്ടൂല. അപ്പോൾ ആ കത്ത് വെറുതെ ആയില്ലേ? അതുപോലെ തന്നെ അഡ്രസ്സ് എഴുതാണ്ട് സേവാമ എന്നുള്ള കള്ളിയിൽ ലാസ്റ്റ് എഴുതാണ്ട് നിങ്ങൾ കത്ത് എഴുതി വെക്കുകയാണെങ്കിൽ അതിന് പകുതി മാർക്ക് പോലും കിട്ടൂല. ആ കത്തിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ കത്തിന് നിർബന്ധമായിട്ടും വേണ്ടുന്നതാണ് ആ കള്ളിയിലുള്ള സേവാമ എന്നുള്ള ഭാഗം. അപ്പോൾ കത്തിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയങ്ങളൊന്നുമില്ലല്ലോ? ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തതാണ് വളരെ എളുപ്പമുള്ള ഒരു ഡിസ്കോഴ്സാണ് പോസ്റ്റർ. പോസ്റ്റർ നമ്മൾ പലപ്പോഴായിട്ട് പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമല്ല നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റർ കാണാറുമുണ്ട്. പത്രത്തിലുണ്ടാവും, ടി വിയിലുണ്ടാവും. അതുമാത്രമല്ല വഴിവക്കിലൊക്കെ പോസ്റ്റർ വെച്ചിട്ട് കാണാം. എന്താണ് ഈ പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിനെ പറ്റി ജനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുക. ഇതിനൊക്കെയാണ് പോസ്റ്റർ ഉപയോഗിക്കുന്നത് അല്ലേ? ഇപ്പോൾ പോസ്റ്റർ ഒരു സിനിമയുടെ പോസ്റ്ററാണെന്ന് നമുക്കറിയാം. അതിൻ്റെ അകത്ത് ആ സിനിമയുടെ കഥ മുഴുവനും ആ പോസ്റ്ററിൽ ഉണ്ടാകുമോ? ഇല്ല. ഓരോരോ എന്താ പറയുക, ചെറിയ ചെറിയ ഓരോ ഹിൻസ്, ഓരോ സൂചകങ്ങൾ മാത്രമേ പോസ്റ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന്, പോസ്റ്ററിൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ യാദ് രഖ്നാ ബച്ചോ, പോസ്റ്റർ മേ കഭി ഭി ഏക് വാക്യ പൂരാ നഹി ഹോനാ ചാഹിയെ. മനസ്സിലായല്ലോ? ഇപ്പോൾ പോസ്റ്റർ നമുക്ക് നോക്കാം. ഇപ്പോൾ പോസ്റ്റർ പലതരത്തിലുണ്ട് ഞാൻ പറഞ്ഞു. ഒന്ന്, ഏതെങ്കിലും ഒരു സംഭവം നടക്കുന്നതിനെ പറ്റി ഒരു പോസ്റ്റർ, പിന്നെ ഒരു സിനിമ കളിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നാടകം കളിക്കുന്നതിനെ പറ്റിയോ ഉള്ള പോസ്റ്റർ. അല്ലെങ്കിലോ സന്ദേശം കൊടുക്കുന്ന പോസ്റ്റർ. ഇപ്പോൾ പുകവലി വിരുദ്ധ ദിനം, ഇപ്പോൾ പുകവലി വിരുദ്ധ ദിനത്തിനെ പറ്റി സന്ദേശം, പുക വലിക്കാൻ പാടില്ല എന്ന സന്ദേശം കൊടുക്കുന്ന പോസ്റ്റർ. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പോസ്റ്റർ ഉണ്ട്. നമുക്ക് നോക്കാം ഇപ്പോഴൊരു പോസ്റ്റർ. പോസ്റ്ററിൽ നമുക്കറിയാം ഏറ്റവും ആദ്യം വേണ്ടത് കള്ളിയാണ്. കള്ളിയില്ലാതെ പോസ്റ്റർ എഴുതാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു കള്ളി നിർബന്ധമായിട്ടും വരക്കണം. പിന്നീട് അതിൻ്റെ മേലെ ഏറ്റവും ആദ്യം ഹെഡിങ് കുറച്ച് വലിയ അക്ഷരത്തിൽ എഴുതുക. കണ്ടില്ലേ, ഇവിടെ നമ്മൾ എന്താണ്, ഏത് വിഷയമാണ്? ജലസംരക്ഷണമാണ് ഇതിൻ്റെ അകത്ത് വിഷയം. അപ്പോൾ ജലസംരക്ഷണമാകുമ്പോൾ അതിൻ്റെ സന്ദേശം കൊടുക്കുന്ന പോസ്റ്ററാണ് നമ്മളിപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജൽ നഹി തോ ഹം നഹി, ജൽ നഹി തോ കൽ നഹി, बूंद बूंद का संरक्षण करें, जल का नाश मानव का सर्वनाश, മാർച്ച് 22 ജൽ ദിവസ്. പിന്നീടോ, പിന്നെ ഒരു ചിത്രവും കൂടി ആയപ്പോൾ ആ പോസ്റ്റർ ആകർഷകമായി ഇല്ലേ? കണ്ടില്ലേ? ഇനി ചിത്രം വരക്കാത്തവർ ബുദ്ധിമുട്ടി ചിത്രം വരക്കണമെന്നൊന്നുമില്ല. ചിത്രം കൂടി ആയാൽ അതിൻ്റെ ആകർഷകത്വം ഒന്നുകൂടി വർദ്ധിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ പോസ്റ്ററിൽ ഓരോ സൂചകങ്ങൾ മാത്രം, സെൻറ്റൻസ് കംപ്ലീറ്റ് ഉണ്ടാവാൻ പാടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടുന്ന കാര്യം.
ബാക്കി ചിത്രം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം വരച്ചാൽ മതി. ചിത്രം കൂടി വരച്ചാൽ അത് ആകർഷകമായി. ഇപ്പൊ ആകർഷണം എന്നുള്ളത് പോസ്റ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. बच्चों, जून 5 की विशेषता क्या है? शायद आप सभी जानते हैं അല്ലേ? ജൂൺ 5ന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതല്ലേ? हाँ, जून 5 की विशेषता क्या है? വിശ്വ പര്യാവരൺ ദിവസ്. എന്താണ് വിശ്വ പര്യാവരൺ ദിവസ് എന്ന് പറഞ്ഞാൽ? അതെ, വേൾഡ് എൻവയോൺമെന്റ് ഡേ. നമ്മളൊക്കെ ഈ കൊറോണ കാലത്തിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരിസ്ഥിതി ദിനത്തിൽ വീട്ടിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ചെടിച്ചൈകൾ നട്ടുപിടിപ്പിക്കാറുണ്ടല്ലേ? പക്ഷേ ആജ് കൊറോണ ഹെ. कोरोना के कारण ये सब नहीं हो रहा है. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈ വർഷത്തെ വേൾഡ് എൻവയോൺമെന്റ് ലോക പരിസ്ഥിതി ദിനം ഓൺലൈനിൽ ആഘോഷിക്കേണ്ട അവസ്ഥയാണ്. ഓൺലൈനിൽ ആഘോഷിക്കുന്നതിന് പുറമെ നമ്മുടെ കൂട്ടുകാർക്ക് എന്തുകൂടി ചെയ്യാം? सब लोग अपने घर में एक पेड़ लगा सकते हैं या एक पौधे लगा सकते हैं. സ്കൂളിൽ വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വീടുകളിൽ ചെറിയ മരത്തൈകളോ അല്ലെങ്കിൽ ചെടിത്തൈകളോ വച്ചു പിടിപ്പിക്കാമല്ലോ. इधर मैं आपको एक कार्यक्रम देना चाहता हूँ या एक वर्क देना चाहता हूँ. वो है, देखिए बच्चे, हम जानते हैं जून 5 को विश्व पर्यावरण दिवस है. इसके संबंध में हमें एक പോസ്റ്റർ തയ്യാർ करना है. നേരത്തെ നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു അല്ലേ? അതുപോലെ വിശ്വ പര്യാവരൺ ദിവസിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. സവാൽ യഹി ഹെ, ക്വസ്റ്റ്യൻ ഇതാണ്, पर्यावरण संरक्षण पर एक പോസ്റ്റർ തയ്യാർ കരെ. പരിസ്ഥിതി സംരക്ഷണത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പോസ്റ്റർ എന്ത് ചെയ്യണം? നിങ്ങൾ നിർമ്മിക്കണം. എല്ലാവരും തയ്യാറാക്കുമല്ലോ? തീർച്ചയായും എല്ലാവരും തയ്യാറാക്കിയിട്ട് എന്തു ചെയ്യണം? ജൂൺ 5 നമ്മുടെ ഹിന്ദിയുടെ ഓരോ സബ്ജക്ട് ടീച്ചേഴ്സിനും അത് നിങ്ങൾ അയച്ചു കൊടുക്കുകയും വേണം. സബ് തയ്യാർ ഹേ നാ?